ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തല്ലേ? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കിട്ടുന്ന സമയങ്ങളിലൊക്കെ നോട്ടും കാര്യങ്ങളെല്ലാം അതും വായിച്ചു നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പം നമ്മൾ ടെലിഫോൺ കോൺവെർസേഷൻ എങ്ങനെയൊക്കെയാണ്, അതിന് വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റിംഗ് റിപ്പോർട്ടാണ്. ഒരു റിപ്പോർട്ട് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 29th ചാപ്റ്റർ ആണ്, 29ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നോക്കൂ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രവി ഇൻഡസ്ട്രീസ് 16 പ്രകാറ്റി ടൗൺ, നെഹ്റു പ്ലേസ്, ന്യൂ ഡൽഹി. To Mr. S.K. Singh, Managing Director from C. Roy, Office Manager. Date 7 July 2000. Subject: Report on suitable premises for shifting the office of the company. എങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് റിപ്പോർട്ട് എന്തിന് ഏത് കമ്പനിയാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ദെൻ ആർക്കാണ് എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആർക്കാണോ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് ഓൺ സ്യൂട്ടബിൾ പ്രിമൈസസ് ഫോർ ഷിഫ്റ്റിംഗ് ദ ഓഫീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓഫീസ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്, ആ സ്ഥലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. As suggested in your letter of 4 June 2000, I inspected a number of buildings in South Delhi. After careful consideration, I recommend Jain Building, which is situated in Kailash Colony. This building, I feel, would be the most suitable for our requirements. ഇവിടെ പറയുന്നുണ്ട് as suggested in your letters of 4 June 2000. 2000 ജൂൺ 4 നിങ്ങളുടെ ലെറ്ററിൽ പരാമർശിച്ചതുപോലെ ദക്ഷിണ ഡൽഹി അല്ലെങ്കിൽ സൗത്ത് ഡൽഹിയിലെ നിരവധി കെട്ടിടങ്ങൾ ഞാൻ പരിശോധിച്ചു. എൻ്റെ പരിഗണനയ്ക്ക് ശേഷം അല്ലെങ്കിൽ എൻ്റെ പരിശോധനയ്ക്ക് ശേഷം കൈലാഷ് കോളനിയിൽ സ്ഥിതി ചെയ്യുന്ന ജെയിൻ ബിൽഡിംഗ് ഞാൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ദിസ് ബിൽഡിംഗ് ഐ ഫീൽ വുഡ് ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ അവർ റിക്വയർമെൻറ്റ്സ്. നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അത് എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് എന്നാണ് അവിടെ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കൂ. ദ ബിൽഡിംഗ് കൺസിസ്റ്റ് ഓഫ് 2 stories and has 15 rooms in all. The rooms are fairly large, well lit and airy. Since the rooms are fairly large, we shall be able to put partition in some of them. The building consists of 2 stories. രണ്ട് നിലകളുള്ള കെട്ടിടമാണ്. ആൻഡ് ഹാസ് 15 rooms in all. ആകെ 15 മുറികളുണ്ട് അതിൽ. ദ റൂംസ് ആർ ഫെയർലി ലാർജ്, വലിയ മുറികളാണെല്ലാം. വെൽ ലിറ്റ് ആൻഡ് എയറി, വെളിച്ചവും വായുവും ഒക്കെ ഉള്ള നല്ല റൂമാണ്. സിൻസ് ദ റൂംസ് ആർ ഫെയർലി ലാർജ്, വി ഷാൾ ബി ഏബിൾ ടു പുട്ട് പാർട്ടീഷൻസ് ഇൻ സം ഓഫ് ദം. വലിയ റൂമുകളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചിലത് പാർട്ടീഷൻ ചെയ്യാവുന്നതാണ്. The toilet facilities for both men and women are adequate. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും adequate ആയിട്ടുള്ള ബാത്റൂം സൗകര്യങ്ങൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ട്. There are also watchmen's quarters comprising 2 rooms each and situated to the left of the main gate. അത് മാത്രമല്ല, പ്രധാന ഗേറ്റിന്റെ ഇടതുവശത്തായിട്ട് 2 മുറികൾ വീതമുള്ള വാച്ച്മാൻമാരുടെ ക്വാർട്ടേഴ്സും ഉണ്ട്. The only disadvantage that I visualize is that there is not much open space around the building and the parking space may be inadequate for all the cars. എനിക്ക് തോന്നിയിട്ടുള്ള ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പൺ സ്പേസ് ആയിട്ട് അധികം സ്ഥലമില്ല എന്നുള്ളതാണ്. ബിൽഡിങ്ങിന് ചുറ്റും പാർക്കിങ്ങിനും മറ്റ് കാര്യങ്ങൾക്കും എല്ലാ കാറുകളും നിർത്തിയിടാനുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഫോർ ദ ജൂനിയർ ഓഫീസ് സ്റ്റാഫ് ദർ ഇസ് എ ബസ് സ്റ്റോപ്പ് 200 yards away. പക്ഷേ ഒരു ജൂനിയർ ഓഫീസ് ജീവനക്കാർക്ക് ഒരു 200 യാർഡ് അകലെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ. I have started preliminary negotiations with the owner, Mr. Anubam. He is likely to accept the offer. Restructuring to alter the layout of the building to suit our specifications will cost no more than 40,000. I have started
പ്രിലിമിനറി നെഗോഷിയേഷൻസ് വിത്ത് ദ ഓണർ. ഞാൻ എന്താണ് ഈ ശ്രീ അനുപം എന്ന് പറയുന്ന ഇതിന്റെ ഉടമയായിട്ടുള്ള ആളുമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനു വേണ്ട പ്രാഥമിക ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റീസ്ട്രക്ചറിങ് to alter the layout of the building to suit our specifications will cost no more than 40,000 എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഈ കെട്ടിടത്തിന് ലേഔട്ട് ചെയ്യുന്നതിന് ഒരു 40,000-ൽ കൂടുതൽ ചിലവ് വരില്ല എന്നുള്ളത് ഉറപ്പാണ്. The directors may like to inspect the building before any decision is taken. Directors ഇനി തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഇനി ആ കെട്ടിടം പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ അതിന് തയ്യാറാകും എന്നാണ് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ആ ഒരു റിപ്പോർട്ട് അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ടോപ്പിക് എന്താണോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുരുക്കിക്കൊണ്ട് നല്ല രീതിയിൽ അതവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിക്കേത്. നോക്കൂ, അതിന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. The above is an example of what a report is. Reports are a form of written communication. In a business organization, reports provide information regarding progress, implementation of plans and programs. These are sent to senior officers. ഒരു റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു തരം റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. രേഖാമൂലമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ആശയവിനിമയമാണത്. ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ, റിപ്പോർട്ട്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രോഗ്രസ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവരുടെ പദ്ധതികളുടെയും പരിപാടികളുടെയും അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റ്സ്, പ്രോഗ്രസ്സുകൾ അതൊക്കെ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളായിട്ട് അവർ തയ്യാറാക്കാറുണ്ട്. ഇവ എന്ത് ചെയ്യും? ദീസ് ആർ സെൻഡ് ടു സീനിയർ ഓഫീസേഴ്സ്. അത് സീനിയർ ഓഫീസേഴ്സിന് അവർ സെൻഡ് ചെയ്യാറുമുണ്ട് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട്. ഇനി നമുക്ക് നോക്കാം ഹൗ ടു റൈറ്റ് എ റിപ്പോർട്ട്. എങ്ങനെ ഒരു നല്ല റിപ്പോർട്ട് എഴുതാം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? Before you begin to write a report, you must ask yourself a few questions. What is the purpose of the report? Are you expected to present facts only? Are you expected to provide an analysis and make recommendation as well? When is a report due? എന്തൊക്കെയാണ് പറയുന്നത്? ഒരു റിപ്പോർട്ട് എഴുതാൻ നമുക്ക് എന്ത് വേണം? ഇൻഫർമേഷൻസ് വേണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് എഴുതി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ സ്വയം ചോദിച്ചുകൊണ്ട് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? തയ്യാറാക്കിയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് എ പേർപ്പസ് ഓഫ് ദ റിപ്പോർട്ട്? എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ പേർപ്പസ്, ഉദ്ദേശം? ആർ യു എക്സ്പെക്റ്റഡ് ടു പ്രസന്റ് ഫാക്ട്സ് ഓൺലി? ഇതിലെ വസ്തുതകൾ മാത്രം, കാര്യങ്ങൾ മാത്രം അവതരിപ്പിക്കുകയാണോ വേണ്ടത്? ആർ യു എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ആൻ അനാലിസിസ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ ആസ് വെൽ? ഈ വസ്തുതകളെ വിശകലനം ചെയ്യുകയും അതിനെ റെക്കമെൻഡേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ടോ? വെൻ ഈസ് എ റിപ്പോർട്ട് ഡ്യൂ? എപ്പോഴാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് തയ്യാറാക്കി വെക്കണം. വൺസ് യു ഹാവ് ആൻസേഴ്സ് ടു സച്ച് ക്വസ്റ്റ്യൻസ് യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിപ്പോർട്ട് എഴുതി തുടങ്ങാം. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ റിപ്പോർട്ട് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റേജസ്. എന്തൊക്കെയാണ് ഒരു റിപ്പോർട്ട് എഴുതാനുള്ള സ്റ്റേജുകൾ എന്ന് പറയുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള സോഴ്സുകൾ, വിവര സ്രോതസ്സുകളെ പറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടണം. സോ അതിൻ്റെ സോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ ടേക്കിംഗ് നോട്ട്സ്, അതിനെ പറ്റിയിട്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കണം. ദെൻ ഇൻ്റർപ്രിറ്റിംഗ് ആൻഡ് അനാലിസിസിങ് ദ ഫാക്ട്സ്, അതിൻ്റെ വസ്തുതകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം? വിശകലനം ചെയ്യണം. റൈറ്റിംഗ് ദ ഔട്ട്ലൈൻ ഓഫ് ദ റിപ്പോർട്ട്, ആദ്യം ഒരു റിപ്പോർട്ടിൻ്റെ രൂപരേഖ തയ്യാറാക്കണം. എഡിറ്റിംഗ് ആൻഡ് റിവൈസിങ് ദ റിപ്പോർട്ട്, അത് എഡിറ്റ് ചെയ്യുകയും റിവൈസ് ചെയ്ത് നോക്കുകയും വേണം. ആൻഡ് സബ്മിറ്റിംഗ് ദ റിപ്പോർട്ട്, അവസാന സ്റ്റേജാണ് സബ്മിഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ. നൗ കൺസിഡർ ദിസ് എക്സാമ്പിൾ. മിസ്റ്റർ രമേശ് വർക്ക്സ് ഇൻ എ ഫേം ഇൻ ഡൽഹി.
He has been asked to visit the firm's Allahabad office and submit a report on how that office is functioning. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. മിസ്റ്റർ രമേശ് ഡൽഹിയിലെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹം അലഹബാദിലെ ഓഫീസ്, അവിടുത്തെ സ്ഥാപനം സന്ദർശിക്കുകയാണ്, വിസിറ്റ് ചെയ്യുകയാണ്. ആൻഡ് സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ ഹൗ ദാറ്റ് ഓഫീസ് ഈസ് ഫങ്ഷനിങ്. എങ്ങനെയാണ് അവിടുത്തെ ഫങ്ഷൻ നടക്കുന്നത്, അവിടുത്തെ വർക്കുകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിന് ഒരു റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിന്. ഹിയർ ഈസ് മിസ്റ്റർ രമേശ് ടൂർ റിപ്പോർട്ട്. അദ്ദേഹത്തിന്റെ ടൂർ റിപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു, കണ്ടോ? ആർക്കാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? അതാണ് 2 എന്ന് പറയുന്നത്. മിസ്റ്റർ JP സിംഗ് ജോയിന്റ് ഡയറക്ടറാണ്. ദെൻ ഫ്രം, ആരാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്? അയാളുടെ പേരാണ് ഫ്രം എന്നുള്ളിടത്ത് എഴുതേണ്ടത്. P രമേശ് അസിസ്റ്റന്റ് ഡയറക്ടർ. സബ്ജക്ട് റിപ്പോർട്ട് ഓൺ ദ വർക്കിംഗ് ഓഫ് അവർ അലഹബാദ് ഓഫീസ്. അലഹബാദ് ഓഫീസിന്റെ വർക്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. As per instructions, I left for Allahabad on the 7th March and arrived there on 8th. I spent 2 days at Allahabad. My report is as follows. എന്താണ്? കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ മാർച്ച് 7-ന് അലഹബാദിലേക്ക് ചെല്ലുകയും 8-ന് അവിടെ 7-ന് പുറപ്പെടുകയും 8-ാം തീയതി അവിടെ എത്തുകയും ചെയ്തു. 2 ദിവസം അലഹബാദിൽ എന്ത് ചെയ്തു? സ്പെൻഡ് ചെയ്തു. എൻ്റെ റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത്. അറ്റൻഡൻസ്. Although staff is required to reach office by 9 a.m., generally no one observes the timing and members of the staff arrive after 9:30 a.m. ജീവനക്കാർ രാവിലെ 9 മണിക്ക് ഓഫീസിൽ എത്തണമെന്ന് നിബന്ധന ഉണ്ടെങ്കിലും സാധാരണയായി ആരും സമയം പാലിക്കാറില്ല. ജീവനക്കാർ രാവിലെ 9:30 ശേഷമാണ് ഓഫീസിൽ എത്തുന്നത്. ലീവ് റെക്കോർഡ്. The leave record is not maintained as per company manual. കമ്പനി മാനുവൽ അനുസരിച്ച് ലീവ് റെക്കോർഡുകൾ എന്ത് ചെയ്യുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, പരിപാലിക്കുന്നില്ല. ക്യാഷ് ബുക്ക്. ദി ക്യാഷ് ബുക്ക് ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് സിൻസ് 28/2/2001. It was behind by about 2 weeks. 2008 അതായത് 2001 28/2/2001 മുതൽ ക്യാഷ് ബുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 2 ആഴ്ച പിന്നിലായിട്ടാണ് ക്യാഷ് ബുക്ക് കാണിക്കുന്നത്. Inward or outward mail register and postage register. These are not being maintained and therefore there is no record of expenses incurred on postage. ഈ രജിസ്റ്ററുകൾ, മെയിൽ രജിസ്റ്ററുകൾ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതിൽ ചെലവുകളുടെ രേഖകളും മറ്റും ഒന്നും തന്നെ ഇല്ല. ഓഫീസ് മെയിൻ്റനൻസ്. ദ ഓഫീസ് വാസ് ജനറലി വെൽ മെയിൻറ്റെയിൻ. ഓഫീസിലെ പണികൾ, ഓഫീസ് നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. Then recommendations. Regional in charge and some senior associates should be called to the head office and given a briefing on office procedures and norms as per company manual. എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുള്ളത്? റീജിയണൽ ഇൻചാർജിനെയും ചില മുതിർന്ന അസോസിയേറ്റുകളെയും ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കമ്പനി മാനുവൽ പ്രകാരമുള്ള ഓഫീസ് നടപടിക്രമങ്ങളെയും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെ കുറിച്ചും എന്ത് ചെയ്യണം, ഒരു ബ്രീഫിംഗ് നൽകണം എന്നാണ് പറയുന്നത്. ദെൻ സൈൻ P രമേശ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാ കാര്യങ്ങളും, ആ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിരിക്കുന്നു. ദെൻ you must keep in mind the following points while writing a tour report. നെക്സ്റ്റ് നോക്കൂ. ഒരു ടൂർ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? എ ടൂർ റിപ്പോർട്ട് ഈസ് ജനറലി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് എ മെമ്മോ. ഒരു ടൂർ റിപ്പോർട്ട് സാധാരണയായിട്ട് ഒരു മെമ്മോ രൂപത്തിലാണ് സമർപ്പിക്കേണ്ടത്. ഇറ്റ് ഈസ് അഡ്രസ്ഡ് ടു വൺ സുപ്പീരിയർ. എന്ത് ചെയ്യണം, അത് ഒരു മേലുദ്യോഗസ്ഥനെ അല്ലെങ്കിൽ എന്താണ്, ഒരു സുപ്പീരിയർ ഉദ്യോഗസ്ഥനെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇൻ ദ സബ്ജക്ട് ലൈൻ ഗിവ് ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ഡേറ്റ്സ് ഓഫ് ദ ടൂർ. അതിൻ്റെ സബ്ജക്റ്റിൽ ടൂറിൻ്റെ സ്ഥലവും തീയതിയും ഒക്കെ നൽകണം. ഇൻ ദ ബോഡി ഓഫ് ദ റിപ്പോർട്ട് യു ഷുഡ് എക്സ്പ്ലെയിൻ വൈ യു മെയ്ഡ് ദ ടൂർ ആൻഡ് വാട്ട് യു അച്ചീവ്ഡ്. റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗത്ത് നിങ്ങൾ എന്തിനാണ് ആ ടൂർ നടത്തിയതെന്നും അതിൽ നിന്നും എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്തത് എന്നുള്ളതും രേഖപ്പെടുത്തിയിരിക്കണം. ഈച്ച് മേജർ പീസ് ഓഫ് ഇൻഫർമേഷൻ മേ ബി ലിസ്റ്റഡ് അണ്ടർ എ സെപ്പറേറ്റ് ഹെഡിങ്. അതായത് മേജർ ആയിട്ടുള്ള പ്രധാന വിവരങ്ങൾ അതെല്ലാം എന്ത് ചെയ്യണം,
ഒരു ഒരു പ്രത്യേക തലക്കെട്ടിന്റെ കീഴിൽ എന്ത് ചെയ്യണം, പട്ടികപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് എ റിപ്പോർട്ട്. ഇവിടെ ഇതാ മറ്റൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ദിസ് ഇസ് ആൻ ആക്സിഡന്റ് റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ആക്സിഡന്റ് റിപ്പോർട്ടാണ്. 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എച്ച് ഗോൺസേൽസ്, മാനേജർ. ദെൻ ഫ്രം മിസ്റ്റർ എസ് ആബിദ, സൂപ്പർവൈസർ. ഡേറ്റ് 25 ഫെബ്രുവരി 2000. വിഷയം ഫയർ അറ്റ് ദ ലക്നൗ ഓഫീസ് വെയർഹൗസ്. ലക്നൗ ഓഫീസ് വെയർഹൗസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലക്നൗ ഓഫീസിൽ ഫയർ അറ്റ് ദ ലക്നൗ ഓഫീസ് വെയർഹൗസ്. ഫയർ നടന്നിരിക്കുകയാണ്, തീപിടുത്തം നടന്നിരിക്കുകയാണ്. അതാണ് വിഷയം. ലക്നൌവിലെ വെയർഹൗസ് ഓഫീസിലാണ് നടന്നിരിക്കുന്നത്. ഓൺ 22 February 2000 at approximately 4:50 p.m. There was a fire at the Lucknow office warehouse resulting in loss of company's property worth 25 lakhs. We got the information in the Delhi office by fax at 5:10 p.m. The same day, I proceeded to Lucknow by train that evening and was there on the morning of 23rd February. 2000 ഫെബ്രുവരി 22-ന് വൈകുന്നേരം 4:15 ലക്നൌവിലെ വെയർഹൗസിൽ എന്ത് ചെയ്തു, തീപിടുത്തമുണ്ടായി. ദെൻ കമ്പനിയുടെ 25 ലക്ഷം രൂപയുടെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർട്ടികൾ നഷ്ടപ്പെട്ടു. വി ഗോട്ട് ദ ഇൻഫർമേഷൻ ഇൻ ദ ഡൽഹി ഓഫീസ്. ആ ദിവസം വൈകുന്നേരം 5:10 ഡൽഹി ഓഫീസിൽ നിന്ന് ഫാക്സ് വഴിയാണ് ഞങ്ങൾക്ക് വിവരം ലഭിച്ചത്. അന്ന് വൈകുന്നേരം ഞാൻ ട്രെയിനിൽ ലക്നൌവിലേക്ക് പോയി. ഫെബ്രുവരി 23 രാവിലെ ഞാൻ അവിടെ എത്തി. കമ്പനീസ് ഇൻസ്ട്രക്ഷൻസ് ഫ്ലോട്ടഡ്. കമ്പനിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നാണ് പറയുന്നത്. വൈൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അസർട്ടൈൻ ദ കോസ് ഓഫ് ദ ഫയർ, മൈ എൻക്വയറീസ് റിവീൽ ദാറ്റ് മെനി ഓഫ് ദ കമ്പനീസ് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ഹാഡ് ബീൻ ഫ്ലോട്ടഡ്. ഫോർ എക്സാമ്പിൾ, അപ്പോൾ എന്തൊക്കെയാണ് തീപിടുത്തത്തിന് കാരണമായിരിക്കുന്നത്, അതിൻ്റെ കമ്പനിയുടെ പല നിർദ്ദേശങ്ങളും ലംഘിച്ചിട്ടുണ്ട്, അതെൻ്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട്, അതാണ് അവിടെ പറയുന്നത്. അതിൽ ചില ഉദാഹരണങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. സ്മോക്കിംഗ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ഇൻ ദ വെയർഹൗസ് ബട്ട് ദിസ് റൂൾ ഈസ് നെവർ ഫോളോഡ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് അവിടെ നിരോധനമാണ് വെയർഹൗസിൽ, പക്ഷേ ദിസ് റൂൾ ഈസ് നെവർ ഫോളോഡ്, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ആരും തന്നെ ആ ഒരു കാര്യം പാലിക്കുന്നില്ല. ഡ്യൂറിംഗ് ലഞ്ച് അവർ ഇറ്റ് ഈസ് കോമൺ പ്രാക്ടീസ് ടു സ്വിച്ച് ഓൺ ആൻ ഇലക്ട്രിക് സ്റ്റൗ ടു ഹീറ്റ് ഫുഡ്. ഉച്ചഭക്ഷണ സമയത്ത് ഭക്ഷണം ചൂടാക്കാൻ ഒരു ഇലക്ട്രിക് സ്റ്റൗ ഓണാക്കുന്നത് സാധാരണ രീതിയാണ്. വിസിറ്റേഴ്സ് ഡീലേഴ്സ് ആർ ഓഫൻ അലൗഡ് ടു എൻ്റർ ദ വെയർഹൗസ് ആൻഡ് ദേ ക്യാൻ ഈവൻ സ്മോക്ക് ഇഫ് ദേ വിഷ്. വിസിറ്റേഴ്സിനും അല്ലെങ്കിൽ ഡീലേഴ്സിനും പലപ്പോഴും വെയർഹൗസിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട്. അവർക്ക് വേണമെങ്കിൽ പുകവലിക്കാനും കഴിയുന്നു. There were 4 fire extinguishers in the warehouse, besides the 8 in the office, but not a single fire extinguisher was in proper working condition. Fire extinguishers must be charged every year, but in the case of the Lucknow office, these had not been charged for nearly 4 years. ഓഫീസിൽ ഉണ്ടായിരുന്ന 8 ഫയർ എക്സ്റ്റിങ്യൂഷേഴ്സ്, അഗ്നിശമന ഉപകരണങ്ങൾക്ക് പുറമെ വെയർഹൗസിൽ 4 അഗ്നിശമന ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു അഗ്നിശമന ഉപകരണം പോലും എന്ത് ചെയ്യുന്നില്ല, ശരിയായിട്ട് പ്രവർത്തന നിലയിലായിരുന്നില്ല. എല്ലാ വർഷവും ഈ ഫയർ എക്സ്റ്റിങ്യൂഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ഈടാക്കുന്നുണ്ട്, അവര് പണം ഈടാക്കുന്നുണ്ട്. എന്നാൽ ലക്നൗ ഓഫീസിന്റെ കാര്യത്തിൽ ഏകദേശം 4 വർഷമായിട്ട് ഇവയ്ക്ക് പണം ഈടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ റിപ്പോർട്ടിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ എക്സ്റ്റെന്റ് ഓഫ് ഡാമേജ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു, നാശത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നോ മെമ്പർ ഓഫ് ദ സ്റ്റാഫ് വാസ് ഹേർട്ട് ബട്ട് ദ ടോട്ടൽ ഡാമേജ് ടു ദ കമ്പനി സ്റ്റോക്ക് ഇൻ ട്രേഡ് amount to 25 lakhs. This include 5 lakh worth of goods damaged by water. ജീവനക്കാരിൽ ആർക്കും തന്നെ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ കമ്പനിയുടെ സ്റ്റോക്കിൽ 25 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഇതിൽ വെള്ളം കയറി 4 ലക്ഷം രൂപയുടെ സാധനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നശിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ സാധനങ്ങളും നശിച്ചിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ആസ്ക്ഡ് ഫോർ. വിശദീകരണം ചോദിച്ചു. I have called for a written explanation from the storekeepers.
which I expect to get by tomorrow. Action will be taken after I receiving their explanations. കടയുടമകളിൽ നിന്ന് ഞാൻ രേഖാമൂലമുള്ള വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ അത് ലഭിക്കുമെന്ന് കരുതുന്നു. അവരുടെ വിശദീകരണങ്ങൾ ലഭിച്ച ശേഷം നടപടികൾ ഉടനടി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നടപടി എടുക്കാമെന്ന് പറയാണ്. ദെൻ സൈൻ ചെയ്യുന്നു, എസ് ആബിദ എന്ന് പേരും കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു റിപ്പോർട്ട് എഴുതുന്നത്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും ഓരോന്നും ടോപ്പിക് വൈസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് നമുക്ക് റിപ്പോർട്ട് എഴുതാൻ വേണ്ടി നമുക്കൊരു സബ്ജക്റ്റ് തന്നാൽ ആ സബ്ജക്റ്റിനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. While writing an accident report, keep in mind the following points. ഒരു അപകട റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഗെറ്റ് ഇമ്മീഡിയറ്റ്ലി ടു ദ പോയിന്റ്, ഉടനെ കാര്യത്തിലേക്ക് വരണം. ഡിസ്ക്രൈബ് ഇൻ ഡീറ്റെയിൽ എനി ഫിസിക്കൽ ഇൻജുറി ടു എനി പേഴ്സൺ ഓർ ഡാമേജ് ഇൻ പ്രോപ്പർട്ടി. ദിസ് ഈസ് റിക്വയർഡ് ടു സെറ്റിൽ ഇൻഷുറൻസ് ക്ലെയിംസ് ഓർ കോമ്പൻസേഷൻസ്. ഏതെങ്കിലും വ്യക്തിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും സംഭവിച്ച ശാരീരികപരമായിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ സ്വത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങളോ വിശദമായി വിവരിക്കുകയും ഇൻഷുറൻസ് ക്ലെയിമുകളോ നഷ്ടപരിഹാരങ്ങളോ തീർക്കാൻ അതൊക്കെ അവരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ആ ഡാമേജുകൾ അവരുടെ പ്രോപ്പർട്ടിക്ക് സംഭവിച്ച ഡാമേജുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ദെൻ മെൻഷൻ വാട്ട് കോസ് ദ ആക്സിഡന്റ്. അപകടം സംഭവിക്കാൻ എന്താണ് കാരണം എന്നുള്ളത് സൂചിപ്പിക്കണം. പ്രസന്റ് യുവർ റെക്കമെൻഡേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ റെക്കമെൻഡേഷൻസ് അവിടെ പ്രസന്റ് ചെയ്യുകയും വേണം. ദെൻ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ എന്നാണ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് യു മേ മെയ്ഡ് എ സർപ്രൈസ് വിസിറ്റ് ടു എ ഹോസ്പിറ്റൽ, റൈറ്റ് എ റിപ്പോർട്ട് ഓൺ ദ വർക്കിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ, യു മേ അഡ്രസ് യുവർ റിപ്പോർട്ട് ടു യുവർ സീനിയർ സൂപ്പർവൈസർ, യൂസ് യുവർ എക്സസൈസ് ബുക്ക് ടു റൈറ്റ് ദിസ് റിപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ അപ്രതീക്ഷിതമായിട്ട് വിസിറ്റ് ചെയ്യാണ്. അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. എന്നിട്ട് സീനിയർ ഓഫീസർക്ക് എന്ത് ചെയ്യണം, സൂപ്പർവൈസറെ അത് അറിയിക്കേണ്ടതാണ് ആ റിപ്പോർട്ട് എന്നാണ് പറയുന്നത്. സോ ആ ഒരു റിപ്പോർട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളത് എഴുതണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ ഇവിടെ 2 റിപ്പോർട്ടുകൾ കണ്ടു. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ റിപ്പോർട്ട് എഴുതേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, താഴെ പറയുന്ന പോയിന്റ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. ക്ലീൻലിനെസ് ആൻഡ് ഹൈജീനിക് കണ്ടീഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, സ്റ്റോക്ക് ഓഫ് മെഡിസിൻസ്, നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഓൺ ഡ്യൂട്ടി, ക്യാഷ് ബുക്ക് എക്സെട്ര. ഇതെല്ലാം നമുക്കതിൽ പറയാവുന്നതാണ്. ആ ഹോസ്പിറ്റലിൻ്റെ ശുചിത്വവും ശുചിത്വ നിലവാരങ്ങളും മരുന്നുകളുടെ സ്റ്റോക്ക്, മരുന്നുകളുടെ എണ്ണം, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് പറയാവുന്നതാണ്. ദെൻ വാട്ട് യു ഹാവ് ലേൺഡ്. നെക്സ്റ്റ് പറയുന്നത് നോക്കൂ. While writing reports, you should keep in mind the following do's and don'ts. ഒരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാത്തത് എന്നുള്ളതാണ് പറയുന്നത്. ഡോൺസും ഡൂസും. ഡോൺസ് എന്ന് പറയുന്നത് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ്. ഡോണ്ട് ലെറ്റ് യുവർ പേഴ്സണൽ ഫീലിങ്സ് ഇന്റർഫിയർ വൈൽ റൈറ്റിംഗ് ദ റിപ്പോർട്ട്. നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, വികാരങ്ങൾ അതിൽ ഉൾപ്പെടുത്തരുത്. ബി ഒബ്ജക്റ്റീവ്. ഡു എന്ന് പറയുന്നതിൽ അത് വസ്തുനിഷ്ഠമായിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഡോണ്ട് ബേസ് യുവർ അനാലിസിസ് ഓൺ എ സിംഗിൾ പീസ് ഓഫ് എവിഡൻസ്. ഒരൊറ്റ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിശകലനം നടത്താൻ നിൽക്കരുത്, നിങ്ങൾ എവിഡൻസ്. ദെൻ പ്രൊവൈഡ് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ്. കാര്യമായ തെളിവുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നൽകണം എന്നാണ് പറയുന്നത്. ദെൻ ഡോണ്ട് ജനറലൈസ് വിത്തൗട്ട് പ്രോപ്പർ ആൻഡ് ലോജിക്കൽ എവിഡൻസ്. ശരിയായതും യുക്തിസഹവുമായിട്ടുള്ള തെളിവുകൾ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ജനറലൈസ് ചെയ്യാൻ നിൽക്കരുത്, അത് സാമാന്യവൽക്കരിക്കാൻ നിൽക്കരുത്. യൂസ് വാലിഡ് ആർഗ്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. സാധുവായിട്ടുള്ള വാദങ്ങൾ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കണം. ഡോണ്ട് ജംപ് കൺക്ലൂഷൻസ്. പെട്ടെന്ന് നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരരുത്. നമ്മളത് നന്നായിട്ട് എന്ത് ചെയ്യണം, വിശകലനം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മളതിന് റിപ്പോർട്ട് തയ്യാറാക്കാൻ പാടുള്ളൂ. ഹിയർ ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു. ബ്രേവിറ്റീസ് മെമ്മോ ടു ദ വാർ ക്യാബിനറ്റ്. ബ്രേവിറ്റി മെമ്മോ ടു ദ വാർ ക്യാബിനറ്റ് എന്നാ പറയുന്നത്. ടു ഡു അവർ വർക്ക് we all have to read a mass of papers. Nearly all of them are far too long. This wastes time while energy has to be spent in looking for the essential points. നമ്മൾ ജോലി ചെയ്യുന്നതിന്
ജോലി ചെയ്യുന്നതിനൊക്കെ മുന്നേ, അതായത് ടു ഡു അവർ വർക്ക് വി ഓൾ ഹാവ് ടു റീഡ് എ മാസ് ഓഫ് പേപ്പേഴ്സ്. നാം എല്ലാവരും ഒരുപാട് പേപ്പറുകൾ നമ്മുടെ ജോലി ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുപാട് പേപ്പറുകൾ വായിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും എല്ലാം എന്താണ്, നിയർലി ഓൾ ഓഫ് ദം ആർ ഫാർ ടു ലോങ്, നീണ്ട കാര്യങ്ങളായിരിക്കും. ഇത് സമയം പാഴാക്കുന്നു, ദിസ് വേസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. Then, while energy has to be spent in cooking for the essential points, അതേസമയം അത്യാവശ്യ കാര്യങ്ങൾ തിരയുന്നതിന് ഊർജം ചെലവഴിക്കേണ്ടതുണ്ട്. I ask my colleagues and their staff to see it that their reports are shorter. എൻ്റെ സഹപ്രവർത്തകരോടും അവരുടെ ജീവനക്കാരോടും അവരുടെ റിപ്പോർട്ടുകൾ ചെറുതാക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. നോക്കൂ, the aim should be reports which set out the main points in a series of short crisp paragraphs. നമ്മൾ എന്ത് ചെയ്യണം, ചെറുതും അല്ലെങ്കിൽ എന്താണ് വ്യക്തമായിട്ടുള്ളതും അതുപോലെ പ്രധാന പോയിന്റുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള റിപ്പോർട്ടുകളും നമ്മൾ തയ്യാറാക്കണം. ആ രീതിയിലാണ് വാരി വലിച്ച് എന്ത് ചെയ്യരുത്, വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എഴുതി കൂട്ടി വലിയൊരു റിപ്പോർട്ട് ഉണ്ടാക്കരുത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ക്രിസ്പ് പാരഗ്രാഫ് ആക്കുക. If a report relies on detailed analysis of some complicated factors or on statistics, this should be set out in an appendix. സങ്കീർണമായിട്ടുള്ള ചില ഘടകങ്ങളുടെ വിശദമായ വിശകലനത്തെയോ അല്ലെങ്കിൽ എന്താണ് സ്ഥിതിവിവര കണക്കുകളെ ആശ്രയിച്ചിട്ടോ റിപ്പോർട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് ഷുഡ് ബി സെറ്റ് ഔട്ട് ഇൻ ആൻ അപ്പൻഡിക്സ്. അത് അപ്പൻഡിക്സിൽ നമുക്ക് ഉൾപ്പെടുത്താം, അനുബന്ധത്തിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത് ആ വിവരങ്ങളൊക്കെ. Often the occasions is best met by submitting not a full dress report but an 8 memoir consisting of heading only, which can be expanded orally if needed. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ അവസരം, അതായത് റിപ്പോർട്ട് ചെയ്യുന്ന ആ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് നിറവേറ്റണം. നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഫുൾ ഡ്രസ് റിപ്പോർട്ട് എന്നാ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളത് പറയാം. പക്ഷെ എന്ത് ചെയ്യരുത്, വാരി വലിച്ചെഴുതുന്ന ഒരു സിസ്റ്റം നമ്മളതിന്ന് ഒഴിവാക്കുകയും വേണം. ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, ഓറലി വാമൊഴിയായി വികസിപ്പിക്കാവുന്ന തലക്കെട്ടുകളുള്ള ഒരു റിപ്പോർട്ടായിട്ട് നമുക്കത് സമർപ്പിക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. Let us have an end of such phrases as this. It is also of importance to bear in mind the following considerations, or consideration should be given to the possibility of carrying into effect. Most of these woolly phrases are mere padding which can be cut out altogether or replaced by a single word. Let us not shrink from using a short expressive phrase even if it is conversational. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അത് പ്രാബല്യത്തിൽ വരുത്താനുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രാബല്യത്തിൽ വരുത്താനുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സാധ്യതകൾ പരിഗണിക്കണം. ദെൻ അതുപോലെ തന്നെയാണ് നമ്മൾ ചില വാക്കുകൾ എന്ത് ചെയ്യും, വെട്ടിമാറ്റും, അല്ലെങ്കിൽ ഒരു വാക്ക് ഉപയോഗിച്ച് അതെന്ത് ചെയ്യാണ്, പറ്റാതിരിക്കുന്ന സമയത്ത് മറ്റൊരു വാക്ക് ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ആവിഷ്കരിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ആവിഷ്കാര വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യരുത്, നമ്മൾ ഒഴിഞ്ഞു മാറരുത്. നല്ല രീതിയിൽ നമുക്ക് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ചെറിയ രീതിയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മളത് പെട്ടെന്ന് എന്ത് ചെയ്യരുത്, കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് തയ്യാറാക്കാൻ നിൽക്കരുത്. നമ്മളത് അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ വേണ്ട രീതിയിൽ വേണ്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട്സ് ഡ്രോൺ അപ്പ് ഓൺ ദ ലൈൻസ് ഐ പ്രൊപ്പോസ് മേ അറ്റ് ഫസ്റ്റ് സീം rough as compared with the flat surface of official jargon, but the saving in time will be great, while the discipline of setting out the real points concisely will prove an aid to clear thinking. Sir Winston Churchill, 9 August 1940. ഞാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗിക പദപ്രയോഗങ്ങളുടെ എന്താണ് സർഫസുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആദ്യം നമുക്കത് റഫായിട്ട് തോന്നാം, എന്നാൽ സമയലാഭം വളരെ മികച്ചതായിരിക്കും.
അതേസമയം യഥാർത്ഥ പോയിന്റുകൾ നമ്മൾ അത് വ്യക്തമാക്കുന്നതിലൂടെ അതിലെന്താണ് വ്യക്തമായ ചിന്തയ്ക്ക് അത് സഹായകമാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. സർ വിൻസ്റ്റൺ ചർച്ചിൽ 9 ഓഗസ്റ്റ് 1940. ദെൻ നോക്കൂ, അത് ഞാൻ പറഞ്ഞൊരു കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ സോഴ്സ്, ഹൗ ടു റൈറ്റ് റിപ്പോർട്ട്സ് ഇൻ പ്ലെയിൻ ഇംഗ്ലീഷ്, പേജ് 42-43, പബ്ലിഷ്ഡ് ബൈ ബുക്ക് ഫോർ ചേഞ്ച്, ബാംഗ്ലൂർ, ഫോർ ദ പ്ലെയിൻ ഇംഗ്ലീഷ് ക്യാമ്പയിൻ UK. ദെൻ തൊട്ടടുത്ത് ഓവറോൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. അത് നല്ല രീതിയിൽ വായിച്ചു നോക്കിയിട്ട് വേണം ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ. ദെൻ ചെക്ക് യുവർ ആൻസേഴ്സ് എന്ന് പറഞ്ഞ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് നോക്കാൻ. വായിച്ചു നോക്കുക, കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം അത് തെറ്റിതിരുത്താൻ വേണ്ടിയിട്ട് ആൻസേഴ്സ് നോക്കുക. അപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കണം. ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിലേക്ക് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ. അപ്പോൾ എക്സാമിന് വരുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു റിപ്പോർട്ട് എഴുതാൻ കഴിയട്ടെ. എല്ലാവരും നോട്ട്സുകൾ നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക്